ഹായ് കൂട്ടുകാരെ, നമ്മളിന്ന് നെയ്പ്പത്തലാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ അരി ചേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാധനത്തിന് നമ്മളിവിടെ കടുപ്പ എന്നാണ് പറയുന്നത്. ഇങ്ങനെ ചെയ്യുന്ന ഈ പ്രോസസ്സിന് ചേറുക എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ ഇതിനൊക്കെ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ഇതിലെ കല്ലും വേറെ എന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പം കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. നെയ്പ്പത്തൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പച്ചരിയാണ് കേട്ടോ. ഇതിപ്പോൾ ഇനി നമുക്ക് അരി കഴുകിയിട്ട് ഒരു 4-5 മണിക്കൂർ കുതിരാൻ വേണ്ടി വെക്കണം. അരിയെല്ലാം വേറെ പാത്രത്തിലേക്ക് മാറ്റി ഇനി നമുക്ക് കഴുകാം കേട്ടോ. അതേപോലെ നെയ്പ്പത്തലിനെ എല്ലാ സ്ഥലത്തും നെയ്പ്പത്തൽ എന്നല്ല കേട്ടോ പറയുന്നത്. ചില സ്ഥലങ്ങളിൽ അതിന് നെയ്പ്പത്തിരി എന്നും പറയും. അരി കുതിർന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി അരി അരച്ചെടുക്കാം. കല്ലിലിട്ടിട്ടാണ് നമ്മൾ അരി അരക്കുന്നത്. അരിയുടെ കൂടെ തന്നെ സവോള ഇടാം, അതേപോലെ ജീരകം ഇടണം, പിന്നെ ഉപ്പ്, പിന്നെ തേങ്ങ. ഈ 4 സാധനങ്ങളും കൂടെ വെച്ചിട്ടാണ് അരിയുടെ കൂടെ അരച്ചെടുക്കുന്നത്. നമ്മുടെ ഇവിടെ ഈ കല്ലിന് കടച്ചക്കല്ലെന്നാണ് കേട്ടോ പറയുന്നത്. ഇത് കുറേ വർഷം പഴക്കമുള്ള കല്ലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എവിടെ നിന്നാണ് വാങ്ങിയത്, എപ്പോൾ വാങ്ങിയത് പോലും നമുക്കറിയില്ല. എൻ്റെയൊക്കെ ഓർമ്മ വെച്ച നാൾ മുതൽ ഈ കല്ല് ഈ വീട്ടിലുണ്ട്. നമ്മുടെ അരി ഏകദേശം അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഈ കല്ലിൻ്റെ സൈഡിലും കുഴിയിലൊക്കെ പറ്റിയിരിക്കുന്നതൊക്കെ ഇതുപോലെ തുടച്ചെടുക്കണം. ഇപ്പോൾ കല്ലിൽ അരയ്ക്കാൻ പറ്റാത്തവർക്കാണെങ്കിൽ മിക്സിയിലാണെങ്കിൽ അരയ്ക്കാം. പക്ഷേ മിക്സിയിൽ അരയ്ക്കുമ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടണം എന്നില്ല. അതുകൊണ്ട് വെള്ളം കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് അരിപ്പൊടി ഇട്ടിട്ട് മാവ് സെറ്റ് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ആ മാവ് കുറച്ച് നേരം ഒരു കോട്ടൺ തുണിയിൽ പൊതിഞ്ഞ് വെക്കുക. നമ്മുടെ കല്ല് കഴുകുകയാണ്, ഇല്ലെങ്കിൽ ഇതെല്ലാം ഇവിടെ ഒട്ടിപ്പിടിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുപ്പിൽ തീ പിടിപ്പിക്കാം. അടുപ്പിലാണ് നമ്മൾ നെയ്പ്പത്തൽ ഉണ്ടാക്കുന്നത്. അടുപ്പിൽ തീ പിടിച്ചു. ഇനി നമുക്ക് ചീനച്ചട്ടി അടുപ്പിൽ വെക്കാം. നമ്മൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതാണ് ശരീരത്തിന് നല്ലത്, ടേസ്റ്റിന് നല്ലത് അതാണ്. നമുക്കിനി നെയ്പ്പത്തൽ പരത്തിയെടുക്കാം. ഇതുപോലെ ചെറിയ ഉണ്ടകളാക്കി ഉരുട്ടിയിട്ട് നമുക്ക് പരത്തിയെടുക്കാം. ഇവിടെ ഒരു കോട്ടൺ തോർത്താണ് പരത്താൻ വേണ്ടി താഴെ വെച്ചിരിക്കുന്നത്. അത് ഇതുപോലെ കവർ ചെയ്തിട്ട് ഈ പാത്രം കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്താൽ മതിയാവും. കറക്റ്റ് ഷേപ്പിൽ നമുക്ക് വന്ന് കിട്ടും. ഇതിപ്പോൾ കറക്റ്റ് ഷേപ്പിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് എടുത്തിട്ട് എണ്ണയിൽ ചുട്ടെടുക്കാം. നമ്മൾ പൂരിയൊക്കെ ചുട്ടെടുക്കില്ലേ, അതുപോലെ തന്നെയാണ്. ഒരു സൈഡ് പൊള്ളി വരുമ്പോൾ മറ്റേ സൈഡിലേക്ക് മറിച്ചിടാണ് വേണ്ടത്. ഇതിപ്പോൾ ഏകദേശം പൊങ്ങി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇത് തിരിച്ചിട്ടു. ഇനി മറ്റേ സൈഡും കൂടെ ഇതേപോലെ വെന്ത് വരണം. 2 സൈഡും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. നല്ല പൊള്ളി വന്നിട്ടുണ്ട് നെയ്പ്പത്തല. നമ്മുടെ നാട്ടിൽ ആരെങ്കിലുമൊക്കെ വിരുന്ന് വരുമ്പോൾ ഉണ്ടാക്കുന്ന ഐറ്റംസാണ് ഈ നെയ്പ്പത്തലും ഒറോട്ടിയൊക്കെ. അത് നമ്മുടെ നാട്ടിലെ സ്പെഷ്യൽ ഐറ്റംസാണ് ഇത് രണ്ടും. ഇത് കൂടുതലും നമ്മൾ ചിക്കൻ കറിയുടെ കൂടെയാണ് കഴിക്കുന്നത്. ഒറോട്ടി ആയാലും നെയ്പ്പത്തലയാണെങ്കിലും ചിക്കൻ കറിയാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ. ഓൾറെഡി ഒറോട്ടിയുടെ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അതേപോലെ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.